നാഗപ്പാട്ട് എന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് എങ്ങനെയാണ് കടന്നു വന്നത്? നാഗാരാധന നമ്മുടെ നാട്ടിൽ എല്ലാ വീട്ടിലും ഉണ്ടല്ലോ കാവുകളും. ഈ നൂറ്റാണ്ടിലും നമ്മൾ കാവുകളെ സംരക്ഷിച്ചു പോരുന്നുണ്ട്. വീട്ടിലുണ്ട്, എൻ്റെ വീട്ടിലുണ്ട്, ഒരു വീട്ടിലെല്ലായിടത്തും ഉണ്ട്. നമ്മളത് വളരെ ഭംഗിയായി കാത്തു സൂക്ഷിച്ച് കൊണ്ടുവരുന്നുണ്ട്. കാവിലെ നാഗങ്ങൾക്ക് പാലും നൂറും പൂജയൊക്കെ ചെയ്ത്. പ്രത്യേകതയാണ് ഓരോ വീട്ടിലും ഓരോ ഉണ്ട്, കാവുകളുണ്ട്, എല്ലാ വീടുകളിലും ഉണ്ടല്ലേ, നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാം വർഷത്തിലൊരിക്കൽ ആയില്യം പൂജ ഒക്കെ ചെയ്യാറുണ്ട്, ആയില്യത്തിലൊക്കെ. അപ്പോൾ അത് മനസ്സിലിങ്ങനെ ആ ഒരു ആരാധന കെടുക്കുന്നുണ്ട് എപ്പോഴും. നാഗദൈവങ്ങളെ സ്മരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥന നമുക്ക് ഏത് രൂപത്തിലും ആകാം. പാട്ടിലൂടെ ആവാം, നൃത്തത്തിലൂടെ ആവാം, ഇങ്ങനെയാവാം. അപ്പം അങ്ങനെ തോന്നി ഞങ്ങൾക്ക് ഒരു നാഗാരാധന നൃത്ത രൂപത്തിൽ കൂടെ ചെയ്യണമെന്ന്. ഞങ്ങളത് ശ്രമിച്ചു. ഞങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള പാട്ടാണ് ഇത്. ഇപ്പൊ റിലീസായിട്ടുള്ളൂ 2 ദിവസമായിട്ട്. അപ്പൊ അതിന്റെ പിന്നില് നമുക്ക് നല്ലൊരു സ്പോൺസർ ഉണ്ട്. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല, പാട്ട് മാത്രം നമ്മൾക്ക് കിട്ടാനുണ്ടായത്. അപ്പോൾ അനിൽ ജി മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലിന്റെ അനിൽ VS അദ്ദേഹമാണ്, നമ്മുടെ സുഹൃത്താണ്, കൈശോരിയുടെ എഡിറ്റർ കൂടിയാണ്. നമ്മുടെ എല്ലാ കാര്യത്തിനും ചെയ്തു തരുന്നത് അനിലാണ്. ഞങ്ങൾക്ക് വളരെ സപ്പോർട്ട്. കൈശോരിയുടെ ലോകം മുതൽ ഈ നമ്മളോടൊപ്പം ഉണ്ട്. നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും നമ്മുടെ നല്ലൊരു സുഹൃത്തും നല്ലൊരു വഴികാട്ടി, നല്ലൊരു സപ്പോർട്ടർ എല്ലാം. അപ്പൊ അനിലിന്റെ ഒപ്പം പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഈ അവസരത്തിൽ അപ്പം അത് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നതാണ്. ആ പാട്ട് പുതിയതാണ്, ഇപ്പം ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അത് പുതിയൊരു നാഗപ്പാട്ടിൽ ഒരു നാഗാരാധന ചെയ്യാൻ സാധിച്ചത് വളരെ വലിയൊരു ഭാഗ്യമാണ് കൈശോരിയുടെ. അതെ, ആദ്യമായിട്ടാണ് കാണുന്നത്. വളരെ നന്നായിരുന്നു കേട്ടോ.